ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. സീറ്റഡ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ട പോയിന്റ്സ് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, സ്റ്റുഡൻറ് സ്ട്രഗ്ലിംഗ് വിത്ത് ഓട്ടിസം ഷോ ഈ സച്ച്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ എന്താണ്? ഐ കോണ്ടാക്ട് ഡ്യൂറിംഗ് കോൺവെർസേഷൻ, familiar and predictable routines, rapid transition between activities, communication with strangers. ഇപ്പൊ കുട്ടികൾക്ക് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഈ കൂട്ടത്തിൽ ഈസി ആയിട്ടുള്ളത്? കോൺവെർസേഷനിൽ ഐ കോണ്ടാക്ട് ആണോ? അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അവർക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്ന റുട്ടീനുകളാണോ? ആക്ടിവിറ്റീസിന്റെ ഇടയിൽ വരുത്തുന്ന പെട്ടെന്നുള്ള ട്രാൻസിഷൻസ് ആണോ? മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതും സ്ട്രേഞ്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പമാണ്. എന്തായിരിക്കും? തീർച്ചയായിട്ടും ദേ ചൂസ് ഫെമിലിയർ ആൻഡ് പ്രെഡിക്റ്റബിൾ റൊട്ടീൻസ്. അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റൊട്ടീനുകളായിരിക്കും കൂടുതലായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുക. Children with autism spectrum disorders, ASD, generally prefer structured, familiar and predictable routines. അവരുടെ റൊട്ടീനുകൾ എങ്ങനെയായിരിക്കണം? സ്ട്രക്ചേർഡ് ആയിരിക്കണം, അവർക്ക് ഫെമിലിയർ ആയിരിക്കണം, പ്രഡിക്റ്റബിൾ ആയിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു 13 ഓപ്ഷനുകൾ. They often experience difficulty with eye contact. ഐ കോണ്ടാക്ടിൽ ബുദ്ധിമുട്ട് കാണും. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്, മറ്റുള്ളവരായിട്ട് പ്രത്യേകിച്ചും സ്ട്രേഞ്ചേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ സഡൻ ചേഞ്ച് ഓഫ് ട്രാൻസിഷൻ, പെട്ടെന്ന് വരുന്ന ചേഞ്ചുകൾ, അവരുടെ ആക്ടിവിറ്റീസിൽ പെട്ടെന്ന് ചേഞ്ച് വരുത്തുക, ട്രാൻസിഷൻസ് വരുത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ഗിഫ്റ്റഡ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടെത്താനാണ്. Children can be gifted in more than one kind of intelligence. Gifted children are born with extraordinary abilities and potential that need to be nurtured. Gifted children have a lower sense of curiosity and poor imagination skills. Children can be gifted at different levels and some can have some kind of disability also. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കുട്ടികൾക്ക് ഒന്നിലധികം ടൈപ്പ് ഓഫ് ഇന്റലിജൻസിൽ അവരെന്ത് ചെയ്യാം? ഗിഫ്റ്റഡ് ആയിട്ടിരിക്കാം. രണ്ടാമത്തത്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വെച്ചാൽ അവർക്ക് എക്സ്ട്രാ ഓർഡർ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അവരുടെ പൊട്ടൻഷ്യൽ ഒക്കെ എന്താണ്? പൊട്ടൻഷ്യൽ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗിഫ്റ്റഡ് ചിൽഡ്രനിൽ എന്താണ്? കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ, ഇമാജിനേഷൻ സ്കില്ലൊക്കെ കുറവായിരിക്കും. അടുത്ത ഓപ്ഷൻ, പല ലെവലിൽ, ഡിഫറെന്റ് ലെവലിൽ ഗിഫ്റ്റഡ് ആവാം. അതുപോലെ എന്താണ്? ചിലർക്ക് പലതരത്തിലുള്ള ഡിസബിലിറ്റീസും ഉണ്ടാകാം. അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Gifted children have lower sense of curiosity and poor imagination skills. ഗിഫ്റ്റഡ് ആയിട്ടുള്ള, പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളിൽ എന്താണ്? ലോവർ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റിയും പൂവർ ഇമാജിനേഷൻ സ്കില്ലും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവരിൽ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്ന കുട്ടികളാണ് കുട്ടികൾ കാണാൻ കഴിയുന്ന സവിശേഷതകളാണ് ഹൈ ക്യൂരിയോസിറ്റി. പൊതുവെ അവർ എന്താണ്? ഹൈ ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. സ്ട്രോങ് ഇമാജിനേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഇമാജിനേഷൻ ഉള്ളവരാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീസണിങ് എബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? അതുപോലെ നമ്മൾ ചില ഗിഫ്റ്റഡ് ചിൽഡ്രനിൽ എന്താണ്? ചില ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്നൊക്കെ പറയാറുണ്ട്. അവർ ഗിഫ്റ്റഡ്നെസ്സും കാണും, അതോടൊപ്പം എന്താണ്? ചിലപ്പോൾ ഡിസബിലിറ്റീസും ഉണ്ടാകാം. അടുത്ത ചോദ്യം, എറർ അനാലിസിസ് ബൈ സ്റ്റുഡൻസ്. എറർ അനാലിസിസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് എങ്ങനെയാണ്? hinders metacognitive skills of students, is a futile activity in process of learning, supports students in retaining their learning, creates further gaps in students' understanding. എററുകൾ അനലൈസ് ചെയ്യുക എന്നത് കുട്ടികളുടെ മെറ്റാകോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകളെ തടസ്സപ്പെടുത്തുന്നതാണോ? അല്ലെങ്കിൽ എന്താ? ഫ്യൂട്ടൈൽ ആക്ടിവിറ്റി, വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആണോ ലേണിംഗിൽ? കുട്ടികളുടെ ലേണിങ്ങിനെ റിട്ടൈൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ? അതുപോലെങ്കിൽ എന്താണ്? കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫർദർ ഗ്യാപ്സ്, വീണ്ടും ഗ്യാപ്പുകൾ സൃഷ്ടിക്കുന്നതാണ്. എറർ അനാലിസിസ് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? സപ്പോർട്ട് സ്റ്റുഡൻസ് ഇൻ റിട്ടൈനിങ് ദെയർ ലേണിംഗ്, അവരുടെ പഠനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ് എറർ അനാലിസിസ് എന്ന് പറയുന്നത്. എറർ അനാലിസിസ് കുട്ടികളെ എന്തിനൊക്കെ സഹായിക്കും? ഐഡന്റിഫൈ മിസ്കൺസെപ്ഷൻസ്, അവരുടെ പഠനത്തിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൊക്കെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും. റിഫ്ലക്ട് ഓൺ മിസ്റ്റേക്സ്, തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം, അല്ലെ? ഇംപ്രൂവ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽ, ചിന്തയെ കുറിച്ചുള്ള ചിന്ത, അല്ലെ? തിങ്കിങ് അബൌട്ട് തിങ്കിങ്, അത് ഇംപ്രൂവ് ചെയ്യണം. അതോടൊപ്പം എന്താണ്? ലേണിംഗ് ഫോർ എ ലോങ് ടൈം. പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാം, തെറ്റി ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്നൊന്നും മറന്നു പോയില്ല.
അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് ലേണിംഗ് ഫോർ എ ലോങ്ങർ ടൈം എന്നുള്ളത് എറർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അടുത്ത ചോദ്യം, which of the following statement is correct regarding declarative knowledge and procedural knowledge? Declarative knowledge ഉം procedural knowledge ഉമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Declarative knowledge is also known as analytical knowledge. Procedural knowledge is generally process oriented in nature. Procedural knowledge is a factual knowledge about something. Declarative knowledge emphasizes how to do something. ഇവിടെ ഡിക്ലറേറ്റീവ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 3 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ട് 1 2 and 3 1 and 2 ആ രീതിയിൽ ചോദ്യം വരും. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വന്നത്. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? പ്രൊസീജിയർ നോളജ് ജനറലി പ്രോസസ് ഓറിയന്റഡ് ഇൻ നേച്ചർ ആണ്. പ്രൊസീജിയറൽ നോളജ് എന്ന് വെച്ചാൽ എന്തുവാണ്? നമ്മളൊരു കാര്യം പ്രോസസ് ചെയ്യുക. നേച്ചറിൽ അതിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് പ്രോസസ് ചെയ്യുന്ന നോളജിനെയാണ് നമ്മൾ എന്താണ് പ്രൊസീജിയർ നോളജ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡിക്ലറേറ്റീവ് നോളജ് എന്തായിരിക്കും? നോയിങ് വാട്ട്, ഒരു കാര്യം എന്ത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഫാക്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, അവിടെ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ എന്താണ് ഒരു അറിവ് മനസ്സിലാക്കി എടുക്കുകയാണ്. പക്ഷെ പ്രൊസീജിയർ നോളജ് എന്ന് പറയുമ്പോൾ എന്താണ്? നോയിങ് ഹൗ, എങ്ങനെ എന്നത്. സ്കിൽസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് പ്രൊസീജിയർ നോളജിൽ വരിക. അടുത്ത ചോദ്യം, contents which require an extension or modification of existing cognitive structures take dash time for learning and are retained for dash duration. പല കണ്ടന്റുകളും എന്ത് ചെയ്യുന്നു? എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതിനെ ഒന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നതിന് സമയം എത്ര വേണം? അങ്ങനെ പഠിച്ച കാര്യങ്ങൾ എത്ര നേരം നിലനിൽക്കും? ലോങ് ഷോർട്ട്, ഷോർട്ട് ഷോർട്ട്, ഷോർട്ട് ലോങ് ലോങ്. നമ്മൾ വെറുതെ നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും. കണ്ടന്റ്സ് വിച്ച് റിക്വയർ എക്സ്റ്റൻഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. നമുക്ക് ഓൾറെഡി നമ്മളൊരു കാര്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അത് മോഡിഫിക്കേഷൻ വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് കുറച്ചധികം സമയം വേണ്ട കാര്യമാണ്. അത്തരത്തിൽ തെറ്റ് തിരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് ആ അറിവ് എത്ര കാലം നിലനിൽക്കും? കുറച്ചധികം കാലം നിലനിൽക്കും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഉത്തരം കിട്ടി. Contents which require an extension or modification of existing cognitive structures take long time for learning and are retained for long duration. കുറച്ച് സമയം എടുക്കും. അതോടൊപ്പം എന്താണ് കൂടുതൽ കാലം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഏത് തിയറിയാണ്? അക്കോർഡിംഗ് ടു ഓസ്ബേൺസ് മീനിങ്ഫുൾ ലേണിംഗ് തിയറി, ഓസ്ബേണിന്റെ മീനിങ്ഫുൾ ലേണിംഗ് തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. When learners modify existing cognitive structures, learners അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചർ സ്കീമയിൽ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ ലേണിംഗിന് എന്ത് ചെയ്യും? സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. ലേണിംഗ് ടേക്സ് മോർ ടൈം. അണ്ടർസ്റ്റാൻഡിംഗ് ബിക്കം ഡീപ്പർ. അപ്പൊ സമയം എടുത്ത് മനസ്സിലാക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഡീപ്പാവും. റിട്ടൻഷൻ ഈസ് ലോങ് ലാസ്റ്റിംഗ്. അവര് അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നത് എന്താണ് കുറച്ചധികം കാലം നിലനിൽക്കും. അങ്ങനെയാണ് നമ്മുടെ ഹൗസ്ഫുളിലെ മീനിങ്ഫുൾ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.